ഹലോ ഗൈസ്, എല്ലാവർക്കും യൂട്യൂബിന്റെ പുതിയ വീഡിയോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസൺ വേറെ ഒന്നുമല്ല, ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തായിരുന്നു, വീട്ടിലല്ലായിരുന്നു, കാലിക്കറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സംഭവം ഒന്നുമില്ല, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്കില്ലിനെ കുറിച്ചാണ് പറയേണ്ടത് കേട്ടോ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതലുള്ള ആ ഒരു കണ്ടന്റിൽ നിന്ന് ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റിലോട്ട് കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസിലേക്കായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ ഫ്രീലാൻസറാണ്. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കമ്പനീസിനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളോട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്കില്ല് നിങ്ങൾക്ക് വാട്ടവർ എന്ത് സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, എന്ത് സ്കില്ലും നിങ്ങൾ ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട അങ്ങനെ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇൻസ്റ്റയിൽ വന്ന് കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ക്ലയൻറ്റിനെ പിടിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സ്കില്ല് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സ്കില്ല് മാത്രം പോലെ നിങ്ങൾക്ക് ആ സ്കില്ലിന് ഇനി മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് അതല്ല മറ്റേ എന്തൊക്കെ സംഭവം ചെയ്യാൻ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പല നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിനൊക്കെ പോവുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പല പോസ്റ്റ് കയ്യിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പല ആളുകളെ ഒപ്പം നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് ഇത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അവർക്ക് പോയി പരിചയപ്പെടും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും നമ്മളെ കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ പല നെറ്റ്വർക്ക് ഇവൻറ്റ്സിനൊക്കെ നിങ്ങൾ പോവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നെറ്റ്വർക്ക് ഇവൻറ്റ്സിന് പോവുക. ആ ഇവൻറ്റ്സിന് പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു സംഭവം ഉണ്ട്. അതായത് പെർസെപ്ഷൻ ഈക്വൽ ടു റിയാലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇന്നൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ഇപ്പോൾ സ്കില്ലായി, പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള എത്തി. പിന്നെ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കാര്യം പറഞ്ഞ സമയത്ത് ഫസ്റ്റ് എൻ്റെ ക്ലയൻറ്റിന് പിടിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം എങ്ങനെ എൻ്റെ ഫസ്റ്റ് വെബ്സൈറ്റ് ഒരു ക്ലയൻറ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ ഗൂഗിൾ മാപ്പിലൂടെ അവരെ കണക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റ് ചിലർക്ക് ആവശ്യമുള്ളവർക്ക് ഓൾറെഡി ഉള്ളവർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്തവർക്ക് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയ സമയത്ത് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനി, ആ കമ്പനി നോക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പിൽ അവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഉണ്ടാവും, ഇമെയിൽ ഐ ഡി ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും. നമുക്ക് സാധാരണ എല്ലാം അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒട്ടുമിക്ക പേര് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആരുതാണോ അതിൽ കൊടുക്കാത്തുള്ളത് അവരെ പോയി പരിചയപ്പെടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ, അവർക്ക് വെബ്സൈറ്റ് കാണാനില്ല. അപ്പോൾ നമുക്ക് അറിയാൻ അവർക്ക് വെബ്സൈറ്റ് ഇല്ല എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫോൺ നമ്പർ എടുക്കുന്നിട്ട് കോൾ ചെയ്യും. ഹലോ, എൻ്റെ പേര് ഉസ്തീദ് എന്നാണ്, നമ്മൾ വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ചെയ്തു തരാം. അങ്ങനെയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ വർക്ക് നമ്മൾ തന്നെ എടുക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പരമാവധി മാർക്കറ്റ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരുന്നതിന് ഞങ്ങൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മനസ്സിലാക്കി. ഫസ്റ്റ് ടൈം ഞാൻ ഇത്തരത്തിലൊന്നും ചെറിയതൊന്നും ഏൺ ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഏൺ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കുഴപ്പമില്ലാതെ പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരങ്ങളുണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇനീഷ്യലി നിങ്ങൾക്ക് ഒരാളെ പോയി പരിചയപ്പെടുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇന്നൊന്നും ചെയ്യാതെ നല്ലൊരു നെറ്റ്വർക്ക് ഇവൻറ്റിന് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമത്തെ ഒരാൾ നമ്മൾ കാണുന്നു, പരിചയപ്പെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ ബാക്കിലോട്ടൊക്കെ പോകും. അതൊക്കെ മാറ്റിക്കാണ്ട് പരമാവധി ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കും ഇങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒത്തിരിയും കാലം ചെയ്തത് കോഡിങ്, ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DIY വീഡിയോസൊക്കെ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ നിർത്തിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അതിനുശേഷം ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പല വീഡിയോസ് ഇതേപോലെ ഇവിടെ സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസും പിന്നെ അതേപോലെ കുറച്ച് കോഡിങ്ങിൻ്റെയും അങ്ങനെ എല്ലാ വീഡിയോസും ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് അത് മാത്രമായിട്ട് പറയണ്ട, എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ 1,30,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യൂസൊക്കെ 1Kൻ്റെ അടിയിലായിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇതിലോട്ടൊക്കെ എത്തിക്കണം. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.